പക്ഷേ മണിയമ്പള രാജു നേരിട്ട് ബിനുവിനോടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ ഈ 3 പേരുമാണ് മോശമായി പെരുമാറിയത്. പിന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള് പുള്ളിയാണ് ഭയങ്കരമായിട്ട് മണിയമ്പള രാജുവിനെതിരെ ആരോപണം ഉന്നയിക്കാൻ എന്താണ് കാരണം? മണിയമ്പള രാജുവുമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പുള്ളി അല്ലല്ല, കലണ്ടർ സിനിമയിൽ ഞാൻ പുള്ളിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു? കലണ്ടറിൽ അന്നേരം ഞാൻ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഞാൻ തനിയെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നേരം ഈ പ്രൊഡക്ഷൻ കൺട്രോളോട് എന്തോ സംസാരിച്ചിട്ട് അവരെന്തോ എന്തോ എന്തോ സംതിങ് കോൺസ്പിറസി നടന്നിട്ട് പറഞ്ഞ് മിന്നുവിന്റെ വണ്ടിയിലേക്ക് എന്റെ വണ്ടിയിലേക്ക് കയറ്റി വിട്ടു പുള്ളിക്കാരനെ. അപ്പോൾ പുള്ളിക്കാരൻ എന്റെ വണ്ടിയെ കയറിയിരുന്നു. അപ്പോൾ എന്റെ അടുത്ത് പരിചയപ്പെടുകയും എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പിന്നെ വന്നിട്ട് ട്രാക്ക് മാറി. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല, ഒന്നുമില്ല. പുള്ളി പറയുന്നത് കേൾക്കുന്നതല്ലാണ്ട് എനിക്ക് റൂട്ടും അറിയത്തില്ല. അന്നേരമാണ് പുള്ളിക്കാരൻ പറയുന്നത്, അല്ല മിന്നുവിന്റെ ഹസ്ബൻഡ് എവിടെയാണ്? ഞാൻ പറഞ്ഞു ഗൾഫിലാണ്. അപ്പൊ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, തന്നെ എങ്ങനെ ജീവിക്കും, വളരെ ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ ഡ്രൈവിംഗ് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോൾ. അവിടെ ബ്രേക്ക് ഇട്ട് ചവിട്ടിയാലോ നിങ്ങൾ ഓർത്തു പോയി. കാരണം അതൊന്നും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ രാജേട്ടാ, ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളരെ കൂടുതലായി. ഇപ്പം പണ്ടത്തെ കാലമല്ല ഇപ്പം എന്ന് വെച്ചാൽ ഗൾഫുകാരുടെ ഭാര്യമാരിങ്ങനെ ആർത്തി പൂണ്ടിരിക്കുന്നു. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇന്ന് അവർക്ക് ടെക്നോളജിക്ക് പരമായിട്ടുള്ള വളരെ സംഭവങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരവരുടെ ഭർത്താക്കന്മാർ തന്നെ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നെ കൊണ്ട് പറയാം, അതെന്താ? ഞാൻ പറഞ്ഞു അത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇനി വേറെ വല്ലവരോടും പോയി ചോദിക്കാം, എനിക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ നിർത്തി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി. ഇത്ര സംഭവം ഉണ്ടായി. അതിനുശേഷം പിന്നെ ഡാത്തടിയ എന്ന ഡാത്തടിയ സിനിമയിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനും ഗായത്രി ആയിരുന്നു ആ സിനിമയിൽ. അപ്പോൾ അവിടെ വെച്ച് ഈ രാജു ചേട്ടന്റെ ഫ്ലാറ്റ് വൈറ്റ് ഫോർട്ട് ഹോട്ടലിലായിരുന്നു. എന്നിട്ട് ഞാൻ ഫോർട്ട് കൊച്ചിയിലായിരുന്നു എനിക്ക് ഹോട്ടലിൽ. അപ്പോൾ പുള്ളി മനഃപൂർവ്വം അങ്ങോട്ട് റൂം എടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മിനു എനിക്ക് വൈറ്റ് ഫോർട്ടിലായിരുന്നു എൻ്റെ റൂം, ഞാൻ മിനു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ റൂം എടുപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ ഇന്ന് വരും, മിനു ഡോറ് തുറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ലൊക്കേഷനിൽ എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യത്തില്ലേ. അപ്പോൾ ഞാൻ അതിലൊന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ, ഞാൻ അങ്ങനെ പോകാറില്ല, എന്നിവരെ പോയിട്ടില്ല, പ്ലീസ് എന്ന് പറഞ്ഞു. അതിലില്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇന്ന് വരും, മിനു കഥ തുറന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ പോയി. എന്നിട്ട് ഞാൻ പുള്ളി എന്നെ വിളിക്കുമല്ലോ എന്ന് പേടിച്ച് ഞാൻ എൻ്റെ ഫോൺ സൈലന്റ് ആക്കിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് കൊട്ടി. ഞാൻ തുറന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ഫോൺ ഇല്ല, ലാൻഡ് ഫോൺ അതിന്റെ വയറും ഞാൻ ഊരിട്ടു. ഡോറിൽ മുട്ടിയ നടൻ. ഡോറിൽ മുട്ടി. അതെ. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ പുള്ളി എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ആഷിഖ് കപൂർ ആയിരുന്നു ഡയറക്ടർ. എന്ത് പരിപാടിയാണ് കണ്ടത്, ഞാൻ പറഞ്ഞില്ല ഞാൻ വരും എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഈ ദേഷ്യപ്പെടുന്ന കണ്ടപ്പോഴാണ് ഗായത്രി കൂടെ അഭിനയിച്ചിരുന്ന ഗായത്രി വെച്ച് എന്താ മിനു പ്രശ്നം. അപ്പൊ ഞാൻ ഉള്ള കാര്യം ഗായത്രിയോട് പറഞ്ഞു. എനിക്കറിയാം എന്ന് പുള്ളിക്കാരും പറഞ്ഞു. ഓക്കെ. അതിനുശേഷം പിന്നെ സിനിമയിൽ പിന്നെ ദുരനുഭവം ഉണ്ടായോ? ആ സിനിമയിൽ ഇല്ല, ഉണ്ടായില്ല. ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറുടെ കാര്യം പറഞ്ഞു, അതാരാണ്? അത് നോബിൾ എന്ന് പറഞ്ഞ ഒരാള്. പുള്ളിക്കാരനെ എന്നെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോവാ, ലൊക്കേഷനിലോട്ട് കൊണ്ടുപോകാ എന്ന് പറഞ്ഞു എന്നെ കാറെ കയറ്റിക്കൊണ്ടുപോയി. എന്നിട്ട് ഏതോ ഒരു ലൊക്കേഷന്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു കാറിൽ ഇരിക്കുന്നുണ്ട്. പുള്ളി ഇറങ്ങിപ്പോയിട്ട് അവരുടെ അടുത്ത് എന്തോ സംസാരിച്ചിട്ട് തിരിച്ചു വന്നിച്ച് പറഞ്ഞു, മിനുവിന്റെ റോള് 2 ദിവസം കഴിഞ്ഞിട്ടാ നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാറിൽ വന്നപ്പോൾ പുള്ളി വേറെ എന്തൊക്കെയോ ഒരു വിജനമായ റോഡ്, 2 കാടിന്റെ നടുക്ക് കൂടെ ഒരു ടാറിട്ട റോഡ്, അതിലെ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി പതുക്കെ വണ്ടി ഓടി വെച്ചിട്ട് ലെഫ്റ്റ് കൈ കൊണ്ട് എന്നെ മുറക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ചേർത്ത് പിടിക്കത്തില്ല, ഒരുമാതിരി ലോക്ക് ചെയ്ത് പിടിക്കുന്ന പോലെ അങ്ങനെ ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് ഞാൻ വിടാനല്ല പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇവിടെ എവിടേക്കോ ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേ ഞാൻ പെട്ടെന്ന് ഡോർ എങ്ങനെയോ തുറന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചാടും കാരണം എന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുക, അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന പിന്നെ പുള്ളി വണ്ടി നിർത്തി. എന്നിട്ട് ഞാൻ ചാടി ഇറങ്ങി. ഞാൻ പറഞ്ഞു എന്നെ മര്യാദയ്ക്ക് എന്നെ അവിടെ കൊണ്ടുപോട്ടെ, വലിയ പ്രശ്നമാകും കേട്ടോ എന്നൊക്കെ പുള്ളിക്കാരുടെ ഞാൻ പറഞ്ഞു. പുള്ളി മറക്കാർക്ക് അറിയുന്നത് ഞാൻ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു എന്റെ ശരീരത്തിന് തൊട്ട് പോയേക്കരുതെന്ന് പറഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ച് അടുത്തൊന്നും ആൾക്കാരൊന്നുമില്ല. ഞാനൊക്കെ തിരിച്ച് ആ വണ്ടിയെ കയറാൻ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം പിന്നെ നോക്കിയപ്പം വന്യമൃഗങ്ങളൊക്കെ വരാൻ പറ്റുന്ന പോലെ ഒരു കാട്ടിനുള്ളിലാണ് ഞാൻ. പിന്നെ ഇങ്ങോട്ട് തന്നെ കയറി പോകാം. ഞാൻ പിന്നെ ധൈര്യമായിട്ട് പിന്നെ ഞാൻ കാറിൽ കയറിയിരുന്നു. എന്നെ തിരിച്ചവിടെ തന്നെ കൊണ്ട് വിടുകയും ചെയ്തു പുള്ളിക്കാരൻ. ഏത് സിനിമയുടെ സ്ട്രഗ്ലിംഗ് ഉണ്ടായത് ഈ പ്രൊഡക്ഷൻ കൺട്രോൾ നോബിളിന്റെ അടുത്തുനിന്നാണ്.